ഇതുപോലത്തെ സ്റ്റേജിലെത്തുമ്പോൾ വേണം നമുക്ക് ഇതിൻ്റെ ടിഷ്യൂ എടുത്തിട്ട് കുറച്ച് സീഡ് മതി. ചെറിയ ടൊമാറ്റോ കണ്ടോ, ഇത് എടുക്കാം. ഹലോ ഡിയേഴ്സ്, വ്ളോഗ്സ് ബൈ ഹസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ വിത്ത് പാകുന്ന സമയമായതുകൊണ്ട് നമ്മൾ ഇന്നും ഒരു വിത്ത് പാകുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇല്ലിക്കൊമ്പൻ വഴുതന. കണ്ടോ, ഇത് നമ്മുടെ വീട്ടിൽ പിടിച്ചതാണ്. അതിൻ്റെ സീഡ് എടുക്കാനായിട്ട് വെച്ചിരുന്നതാണ്. ഇത് ഇതുപോലത്തെ സ്റ്റേജിലെത്തുമ്പോൾ വേണം നമുക്ക് ഇതിൻ്റെ വിത്ത് എടുക്കാനായിട്ട്. അതായത് ഇങ്ങനെ പഴുത്തിങ്ങനെ കറുത്ത് വരണം. കണ്ടോ, ഈ സമയത്ത് നമുക്ക് വെള്ളത്തിലോട്ട് ഞെരടി അതിൻ്റെ വിത്ത് എടുക്കണം. അപ്പോൾ ആ വിത്ത് പെട്ടെന്ന് മുളച്ച് വരും. എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇത് കണ്ടോ, നിറച്ച് വിത്ത് അതിനകത്ത് കണ്ടോ, കണ്ടോ നിറച്ച് വിത്തുണ്ട്. നല്ലപോലെ പഴുത്ത ഒരു കായ എടുത്തിട്ട് ഇതുപോലെ മാറ്റി വെച്ചേക്കണം. എന്നിട്ട് ഇങ്ങനെ കറുത്ത നിറമായി വരുമ്പോൾ നമുക്ക് വെള്ളത്തിലോട്ട് ഞെരടി എടുത്താൽ മതി. ഇതാ കണ്ടോ, വെള്ളത്തിലോട്ട് വിത്തെല്ലാം ആയത് കണ്ടോ, കണ്ടോ. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു അരിപ്പയ്ക്കകത്തോട്ട് അരിച്ചിട്ട് നമ്മൾ ഇത് വേർതിരിച്ചെടുക്കണം. കാരണം ഇതിനകത്തൊന്നും ഇല്ല, ഉണ്ട് അതിൻ്റെ മാംസഭാഗം എല്ലാം അങ്ങ് പോയി. ഇങ്ങനെ ഇത്രയും അങ്ങ് പഴുത്ത് കറുത്തത് കൊണ്ട് അതിൻ്റെ വിത്ത് മാത്രമായിട്ട് കിടപ്പുണ്ട്. കണ്ടോ, ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഇതിപ്പം നമുക്ക് വെള്ളത്തിലിട്ടേക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഈ പഴുത്ത വഴുതനങ്ങയുടെ അകത്തുനിന്ന് ഇപ്പം ഇങ്ങോട്ട് എടുത്തതല്ലേ ഉള്ളൂ. അപ്പം അതിനകത്ത് ഈർപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ ആവാത്തതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളത്തിലിടണമെന്നില്ല. ഇനി നമുക്ക് നേരെ ഈ ടിഷ്യൂ പേപ്പറിനകത്തോട്ട് പൊതിഞ്ഞ് വയ്ക്കാം. ടിഷ്യൂ എടുത്തിട്ട് കുറച്ച് സീഡ് മതിയല്ലോ, നമുക്ക് എല്ലാം കൂടെ വേണ്ട. കുറച്ചെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. ബാക്കിയുള്ളത് നമ്മൾ നല്ലപോലെ അരിച്ചെടുത്തിട്ട് ഉണക്കി സൂക്ഷിക്കണം. ഇതാ കണ്ടോ, ഇത്രയും സീഡ് മതി. ഇത് നമുക്ക് നന്നായിട്ടങ്ങ് പൊതിയണം. ഇങ്ങനെ പൊതിഞ്ഞ് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോക്സിനകത്തോട്ട് ഒരിത്തിരി വെള്ളം കൂടെ തളിച്ചിട്ടങ്ങ് വെക്കണം. ആ പാത്രത്തിലോട് ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് അതിനകത്ത് നന്നായിട്ടങ്ങ് മുക്കണം. നനയണം. ആ ടിഷ്യൂ പേപ്പർ നന്നായിട്ടങ്ങ് നനയണം. നനച്ച് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞണം. ഇതാ കണ്ടോ, ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മതി. എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലോട്ട് അടച്ച് വെച്ചേക്കണം. ഇനി നമുക്ക് വേറൊരു സാഹചര്യം കൂടെ വിത്തെടുക്കാനുണ്ട്, നോക്കാം. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ചെറിയ ടൊമാറ്റോ. കണ്ടോ, ഇത് പിടിച്ചത് കഴിഞ്ഞ് ഇതെല്ലാം ചെടിയെല്ലാം കരിഞ്ഞു തുടങ്ങി. കണ്ടോ, ഇഷ്ടംപോലെ പിടിച്ചതാ കായ്. അപ്പോൾ അതെല്ലാം കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്ക് നല്ല പഴുത്ത ഒരെണ്ണം എടുക്കാം. ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് അതിൻ്റെ വിത്തെടുത്ത് നമുക്ക് പാകാം. കണ്ടോ, ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സമയം കഴിഞ്ഞു ഇതിൻ്റെ. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു പഴുത്ത ഒരെണ്ണം എടുക്കാം. കണ്ടോ, ഇതെടുത്തിട്ട് നമുക്ക് വിത്തെടുക്കാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, കണ്ടോ, നോക്കി അതിനകത്തെ സീഡ് എല്ലാം ഇങ്ങ് വന്ന്. കണ്ടോ, അധികം സീഡൊന്നും ഇല്ല, ഇച്ചിരി എല്ലാം ഉള്ളൂ. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് പുളിയില്ല, നമ്മുടെ സാധാരണ തക്കാളി പോലെ തന്നെ, പക്ഷേ പുളിയില്ല. നല്ല ടേസ്റ്റാണ്. സലാഡിലൊക്കെ ഇടാനും വെറുതെ നമുക്കെടുത്ത് തിന്നാനും ഒക്കെ നല്ലതായത്. നേരത്തെ പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അരിച്ചെടുക്കാം. ഞാൻ നോക്കി ഒരു തക്കാളിയും കൂടെ പോയി എടുത്തുകൊണ്ട് വന്നു. കാരണം വെച്ചാൽ ഒരെണ്ണം എടുത്തപ്പോൾ ഒന്നുമില്ല, ഇതിനകത്ത് അധികം സീഡില്ല. ഇത് 2 തക്കാളിയുടെ സീഡാണ്. കണ്ടോ, ഇത്രയെങ്കിലും വേണം. ഇതെല്ലാം മുളച്ചിട്ട് നമുക്ക് നല്ലത് നോക്കി എടുത്തു വെക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ മടക്കി ഒന്ന് നനച്ച് മാറ്റി വെക്കാം. കണ്ടോ, ഇതുപോലെ എയർ ടൈറ്റ് പാത്രത്തോട് നേരത്തെ വെച്ചില്ലേ നമ്മൾ വഴുതനയുടെ സീഡ് വെച്ച് കൊടുത്തിട്ട് ഇതും വെച്ച് കൊടുക്കാം. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, നമുക്കത് കൂടെ പിച്ച് കൊണ്ടുവരാവേ. ഇത് കണ്ടോ, ഇതാണ് ചതുരപ്പയർ. കണ്ടോ, അപ്പോൾ ഇതെൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ്. കണ്ടോ, കുറച്ചൊക്കെ അവിടെയൊക്കെ പൂക്കളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, ഇതൊക്കെ പൂക്കൾ വരുന്നുണ്ട്. എന്നാലും ഒരുപാട് ഇതിനകത്ത് നിന്ന് പറിച്ചെടുത്തു നമ്മൾ. ഇനി ഞാൻ ആദ്യം പിടിച്ച് കുറേ വിത്തിന് നിർത്തിയിരുന്നതാണ്. എടുക്കാം.
ഒരെണ്ണം മതി. ഇതിനകത്ത് തന്നെ കുറേ വിത്തുകളുണ്ടാവും. ഇതിപ്പം നമ്മൾ പറിച്ചെടുത്താണെങ്കിലും ഇത് കുറച്ച് നേരം നമുക്ക് വെള്ളത്തിലിടണം. കാരണം ഇത് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വേണം ഇത് പൊതിഞ്ഞ് വയ്ക്കാൻ. വിത്തിരിക്കുന്നുണ്ടോ? കണ്ടോ, ഇതിനകത്ത് നല്ല വലിപ്പമുള്ള വിത്ത് നോക്കിയെടുത്ത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 12 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടിട്ട് പിന്നെ എടുത്ത് നമുക്ക് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കണം. അപ്പോൾ അത് മുളച്ച് വരും. അല്ലേ, ചെറിയ വിത്തുകളൊന്നും എടുക്കണ്ട, നല്ല വിത്ത് നോക്കി ഇതുപോലെ വലിപ്പമുള്ള വിത്ത് നോക്കി എടുക്കണം. കണ്ടോ, ഇതിനകത്ത് 5 വിത്തേ ഉള്ളായിരുന്നു നല്ലത്, പിന്നെ 2 എണ്ണം ഉള്ളത് ചെറുതാണ്. ഈ 5 വിത്ത് എടുത്താൽ മതി. ഈ ചതുരപ്പയർ ഇപ്പം പാകിയല്ല കിളിപ്പിക്കേണ്ടത്, പക്ഷേ ഈ പാകി കിളിപ്പിച്ചാൽ ഇഷ്ടംപോലെ ഇതങ്ങ് പടർന്ന് വലുതാവും. എത്രത്തോളം ഇത് വലുതാകുന്നോ അത്രത്തോളം കായ ഉണ്ടാവും. ചെറിയ തൈയാണെങ്കിലും ചൂട് സമയമാകുമ്പോഴത്തേക്ക് ഇത് പൂക്കും. ആ സമയത്ത് മാത്രമേ ഇത് പൂത്ത് കാ പിടിക്കത്തുള്ളൂ. അപ്പം അതിന് മുന്നേ തന്നെ നമ്മൾ നട്ട് ചെടി ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് കായ്ഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമുക്ക് നടാം, കാരണം വിത്ത് അതല്ലെങ്കിൽ ഇത് നശിച്ചു പോകും. ഇത് നട്ട് വലിയൊരു ചെടിയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കായും കിട്ടും. അപ്പോൾ നമുക്ക് ഈ വിത്ത് ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം. ഇനി 12 മണിക്കൂർ കഴിയുമ്പം ടിഷ്യൂ പേപ്പർ നനച്ച് അതിനകത്ത് പൊതിഞ്ഞ് എയർ ടൈറ്റ് പാത്രത്തിനകത്ത് വെക്കുക. അപ്പോൾ നമുക്ക് 2 ദിവസത്തേക്കകം മുള വരും. അപ്പോൾ എടുത്ത് നട്ടു കൊടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള, കൃഷിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്ത ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ചെങ്കിലും പച്ചക്കറി നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാമല്ലോ. എളുപ്പം കൃഷി ചെയ്യാൻ പറ്റുന്ന പയർ, വെണ്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച്, ചീര, അതൊക്കെ കുറച്ച് വെച്ചാലും മതിയല്ലോ. നല്ല പച്ചക്കറി നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.